ഹലോ, സിന്ദൂര പൊട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ സങ്കടത്തോടു കൂടിയാണ് ശ്യാം ഇന്ദുവിനോട് ചോദിക്കുന്നത്, ഞാൻ എൻ്റെ കുടുംബത്തെ മുഴുവൻ വിട്ടിട്ട് നിങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും കാരണമാണ് ആ വീട്ടിൽ വന്ന് താമസിക്കുന്നത്. എൻ്റെ കൂടെ പിറന്ന സഹോദരിയായിട്ടാണ് നിങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നത്. സൗപർണികയെ നിങ്ങളുടെ സ്വന്തം അനിയത്തിയായിട്ട് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ അനിയനായിട്ട് എന്നെ കണ്ടിരുന്നുവെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് എന്നോട് സത്യം പറയാൻ തോന്നുമായിരുന്നില്ലേ? അത് കേട്ടപ്പോൾ ഇന്ദുവിനും കുറ്റബോധം തോന്നുവാണ്. എൻ്റെയും സൗപർണികയുടെയും കല്യാണം കഴിഞ്ഞിട്ട് 6 മാസത്തിന് മേലെയായി. പക്ഷെ ഇത്രയും നാളും അവൻ ഇവളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇവളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിന്? നമ്മൾ വയനാട്ടിലേക്ക് പോയ ടൂറിൽ വരെ അവൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു. എന്തിന്? ഇന്നലെ വന്ന നീലകണ്ഠന് വരെ ഇതൊക്കെ അറിയാം. ഇങ്ങനെ അവളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത എല്ലാവർക്കും അവളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ എൻ്റെ ഭാര്യയാണ്. എനിക്കാണെങ്കിൽ അവളെക്കുറിച്ച് ഒരു കാര്യം പോലും അറിയില്ല. അവ കരഞ്ഞു പോവാണ്. അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. സൗപർണിക തലതാഴ്ത്തി നിൽക്കുകയാണ്. എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്രയും നാള് ഞാനൊരു മരമണ്ടനായിട്ടാണല്ലോ ജീവിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളെ കൺമുന്നിലുള്ള നിങ്ങളെല്ലാവരും നല്ലവരാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് എൻ്റെ സ്വന്തം അച്ഛനെയും അമ്മയും പോലും ഉപേക്ഷിച്ചിട്ടല്ലേ ഞാൻ നിങ്ങൾക്കൊപ്പം നിന്നത്. അതിന് നിങ്ങൾ എനിക്ക് തന്ന മര്യാദയായിരിക്കും അല്ലേ ഇത്? അപ്പൊ രുക്മിണി ഉൾപ്പെടെ എല്ലാവരും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. മതി, ഇനി ഞാൻ നല്ലവനായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാം ഇതോടുകൂടി അവസാനിക്കട്ടെ. ദയവ് ചെയ്ത് ഇവിടെ നിങ്ങൾ ആരും നിൽക്കരുത്. എല്ലാവരും പോ. അപ്പൊ രുക്മിണി വേഗം തന്നെ പറയാണ്, മോനെ, നീ പറയുന്ന എല്ലാ തെറ്റുകളും ഞാൻ ഏറ്റെടുത്തോളാം. നീ ചോദിക്കുന്ന ഓരോ ചോദ്യവും ന്യായമുള്ളതാണ്. പക്ഷെ സത്യമായിട്ടും ഈ കാര്യം ഞാൻ മുൻപ് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിന്നോട് പറയുമായിരുന്നു. എനിക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ അവളെ കൊണ്ട് തന്നെ ഞാൻ നിന്നോട് ഇത് പറയിക്കുമായിരുന്നു. ഇതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നറിയാതെ അവളൊന്ന് മറച്ചു വെക്കുക, ഇവളൊന്ന് മറച്ചു വെക്കുക. ഇന്ദുവിനെയും സൗപർണികയെയും നോക്കിക്കൊണ്ടാണ് പറയുന്നത്. അയ്യോ, തെറ്റിനുമേൽ തെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇവരെല്ലാവരും ചെയ്ത തെറ്റിന് ഞാൻ മോനോട് മാപ്പ് ചോദിക്കാം. ശ്യാം യാതൊരു ഭാവഭേദവും ഇല്ലാതെ നിൽക്കുകയാണ്. ഇന്ദു വിളിക്കുന്നുണ്ട്, അമ്മ, അതിനു വേണ്ടിയിട്ട് എൻ്റെ മോക്ക് ഇങ്ങനെ ഒരു വലിയ ശിക്ഷ കൊടുക്കല്ലേ. എൻ്റെ മോള് ചെയ്ത എല്ലാ തെറ്റിനും എന്ത് ശിക്ഷ വേണമെങ്കിലും ഞങ്ങൾക്ക് തന്നോളൂ. പക്ഷേ എൻ്റെ മോളെ ശിക്ഷിക്കല്ലേ മോനെ. ഞാൻ മോനോട് കാല് പിടിച്ച് അപേക്ഷിക്കാം. എല്ലാം അവസാനിച്ചിട്ട് ജീവിതം നന്നായിട്ട് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ച ഈ സമയത്ത് എൻ്റെ മോളെ വേണ്ടാന്ന് പറയല്ലേ മോനെ. എൻ്റെ മോൾക്ക് ജീവിതം ഭിക്ഷയായിട്ട് കൊടുക്കും മോനെ. ഞാൻ വേണമെങ്കിൽ നിന്റെ കാൽക്കൽ വീഴാം മോനെ. അത് പറഞ്ഞു തീർന്നത് രുക്മിണി ശ്യാമിന്റെ കാൽക്കൽ വീഴാണ്. അവിടെ കൂടുന്ന ആരും അതൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ശ്യാം ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിപ്പോയി. നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? എനിക്ക് വേറെ വഴിയില്ല. ഇതെങ്ങനെയാണ് നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല മോനെ. ശ്യാം അത് കേട്ടിട്ടൊന്നും യാതൊരു ഭാവഭേദവും ഇല്ലാത്ത മട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതുവരെ ജീവിതം എന്താണെന്ന് ഒരല്പം പോലും ചിന്തിക്കാതെ, ഒരു പ്രാരാബ്ധവും വിഷമവും ഒന്നും ആലോചിക്കാത്ത ഒരുവള് ഇന്ന് ശ്യാം എന്ന് വെച്ച അവന് വേണ്ടി ജീവിതം മാറ്റിവെച്ചിരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. മോനില്ലാതെ ജീവിക്കാനാവില്ലെന്ന് പറഞ്ഞ് രാവിലെ മുതൽ ഒരു പച്ച വെള്ളം പോലും അവള് കുടിച്ചിട്ടില്ല. ആ സമയം മുതൽ അവൾ നിനക്ക് വേണ്ടി ഓടിയ ഓട്ടം ഞാൻ നേരിട്ട് കണ്ടതാ മോനെ. ശ്യാമ സൗപർണികയെ നോക്കുന്ന സമയത്ത് അവളും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാം നമ്മൾ ആഗ്രഹിച്ചതുപോലെ കൈക്കുള്ളിൽ വന്ന സമയത്ത് കൈവിട്ടിടല്ലേ മോനെ എന്നും പറഞ്ഞിട്ട് രുക്മിണി അവന് മുന്നിൽ നിന്നിട്ട് കൈകൂപ്പിയിട്ട് കരയുവാണ്. എനിക്ക് മാപ്പുതാ, ദയവ് ചെയ്ത് എനിക്ക് മാപ്പുതാ എന്നും പറഞ്ഞിട്ട് സൗപർണികയും പൊട്ടിക്കരയാണ് അവരെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട്. അതുപോലെ ഇന്ദു, നീലനും ഡെക്ലേസും ഒക്കെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടേയിരിക്കുകയാണ് ശ്യാമിനി സൗപർണികയോട് ക്ഷമിച്ചിട്ട് അവൾക്കൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട്. അവസാനം കേട്ട് ശ്യാമ പറയാണ്, നിങ്ങളെല്ലാവരും ഒന്ന് നിർത്തുന്നുണ്ടോ? അവൻ അവരുടെ അടുത്ത് നിന്ന് പോയിട്ട് മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ്. ഒരല്പസമയം അവൻ അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം തിരിച്ച് വീണ്ടും അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, എനിക്ക് സൗപർണികയുടെ കൂടെ ജീവിക്കുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല. അത് കേട്ടപ്പോൾ എല്ലാവരും ഒരുപോലെ അമ്പരന്ന് പോയി. ഇത്ര പെട്ടെന്ന് ശ്യാമ സമ്മതിക്കുന്ന അവർ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരുടെയും മുഖത്ത് സന്തോഷം നിറഞ്ഞ സമയത്താണ് ശ്യാമ പറയുന്നത്, പക്ഷേ എനിക്ക് ചില കണ്ടീഷനുകളുണ്ട്. എന്തായാലും പറഞ്ഞോ മോനെ. രുക്മിണി അവന് അവസരം കൊടുക്കുവാണ്. ഇതുവരെ സൗപർണികയുടെ കുടുംബം അവളുടെ അമ്മയും അവളുടെ അനിയനും അനിയത്തിയും മാത്രമായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ ആവാൻ പാടില്ല. അത് കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി. ഇനി സൗപർണികയ്ക്ക് തങ്ങൾ ആരുമായിട്ട് യാതൊരു ബന്ധവും പാടില്ലെന്നാണ് ശ്യാമ പറയുന്നതിൻ്റെ അർത്ഥം. ഞാൻ അവളെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇനി എൻ്റെ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു മരുമകളും എനിക്ക് നല്ലൊരു ഭാര്യയായിട്ട് അവൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾ ആരും അവളോട് സംസാരിക്കാൻ പാടില്ല. അവളുടെ ജീവിതത്തിൽ കൈകടത്താൻ പാടില്ല.
ഇതിനൊക്കെ സമ്മതാണെങ്കിൽ പറ, ഇപ്പൊ തന്നെ ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. അപ്പോ രുക്മിണി സങ്കടത്തോടെ ചോദിക്കുകയാണ്, ഇനി ഈ ജീവിതത്തിൽ എന്റെ മകളെ കാണാനും അവളോട് സംസാരിക്കാനും പാടില്ല എന്നാണോ മോൻ പറഞ്ഞു വരുന്നത്? അപ്പൊ ശ്യാമ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറയുന്നില്ല, പക്ഷെ കുറച്ചു കാലത്തേക്ക് അങ്ങനെ യാതൊരു ബന്ധവും വേണ്ട, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ജീവിതം എന്താണെന്ന് അവളും മനസ്സിലാക്കട്ടെ, നല്ലത് എന്താണ് മോശം എന്താണെന്ന് അവൾക്കും സ്വയം തിരിച്ചറിവുണ്ടാവട്ടെ. തനിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവളെ കൊണ്ട് സാധിക്കുമോ എന്ന് ഞാൻ നോക്കട്ടെ, അതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനൊക്കെ സമ്മതാണെങ്കിൽ നിങ്ങൾ പറ. എല്ലാവരും ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാവർക്കും ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു. രുക്മിണിയാണെങ്കിലും മകളെ വിട്ടു പിരിയുന്നതിന്റെ വിഷമവും ശ്യാമ് പറഞ്ഞ ആ ഒരു ഉടമ്പടി അംഗീകരിക്കാനും അംഗീകരിക്കാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷേ കണ്ണുകൾ തുടച്ചുകൊണ്ട് സൗപർണിക പറയുന്നുണ്ട്, എനിക്ക് സമ്മതമാണ്. സൗപർണിക അങ്ങനെ പറഞ്ഞപ്പോ എല്ലാവരും അതിശയത്തോടെ അവളെ നോക്കുവാണ്. അവൾ ഇത്ര പെട്ടെന്ന് അതിനെ അംഗീകരിക്കുമെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇന്ദു പോലും. അപ്പോൾ സൗപർണിക സങ്കടത്തോടെ അവനോട് പറയാണ്, എനിക്ക് നിങ്ങളെ മാത്രമാണ് വേണ്ടത്. നിങ്ങളുടെ കൂടെ എങ്ങോട്ട് വരാനും ഞാൻ തയ്യാറാണ്. എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണം, അത് മാത്രമേ എനിക്ക് വേണ്ടൂ. അപ്പോൾ രുക്മിണിയാണെങ്കിൽ സന്തോഷത്തോടെ ശ്യാമിനോട് പറയാണ്, ഇനി അവള് തന്നെ അത് പറഞ്ഞല്ലോ, ഇനി ഞാൻ എന്ത് പറയാനാ മോനെ? മോൻ കൂട്ടിയിട്ട് പോയിക്കോ. മോന്റെ ദേഷ്യം കുറഞ്ഞതിന് ശേഷം മോൻ സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾ വന്നിട്ട് അവളെ കണ്ടോളാം. ശ്യാം അതിനൊന്നും മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം അവന്റെ ദേഷ്യം അങ്ങനെ പെട്ടെന്ന് തണുക്കുന്ന ഒന്നായിരുന്നില്ല. അതിനുശേഷം രുക്മിണി സൗപർണികയോട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്കൂ, ഇതുവരെ ഉണ്ടായിരുന്ന സൗപർണികയെ നീ മനസ്സുകൊണ്ട് മറന്നേക്ക്. പുതിയ സൗപർണികയായിട്ട് വേണം നീ ശ്യാമിന്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് പോവാൻ. നിന്റെ അമ്മായി അമ്മയും അമ്മായി അച്ഛനും ഒരുപക്ഷെ നിന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞേക്കാം. അവരുടെ വാക്കുകളിലൂടെ ഒരുപക്ഷെ നിന്നെ ഒരുപാട് അവർ വിഷമിപ്പിക്കും. പക്ഷെ എന്താണെങ്കിലും അത് നിനക്ക് ഈ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായിട്ട് കിട്ടിയതാണെന്ന് നീ സ്വയം വിശ്വസിക്കണം. അതൊക്കെ അനുസരിച്ചിട്ട് വേണം നീ മുന്നോട്ടേക്ക് പോവാൻ. ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷവും ശ്യാമോന് നിനക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ജീവിതം തരാൻ തയ്യാറായിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വന്നാലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നീ പഠിക്കണം. അതെപ്പോഴും നിന്റെ മനസ്സിലുണ്ടാവണം. സൗപർണിക കരഞ്ഞുകൊണ്ട് രുക്മിണിയെ കെട്ടിപ്പിടിക്കുകയാണ്. അതിനുശേഷം ഇന്ദുവിന്റെ അടുത്തേക്ക് പോയിട്ട് ഏട്ടത്തി എന്ന് പറഞ്ഞിട്ട് അവളെയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് ഏട്ടത്തി, എല്ലാം ശരിയാവും, കരയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദു അവളെ ആശ്വസിപ്പിക്കുകയാണ്. അമ്മയും ചെറിയമ്മയും കെട്ടിപ്പിടിച്ച് നീലനോടും ഡെക്കിനോടൊക്കെ യാത്ര ചോദിച്ചിട്ട് ശ്യാമിന്റെ ബൈക്കിൽ കയറിയിട്ട് അവൾ അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷമാണ് എല്ലാവർക്കും ഒരു സമാധാനമായത്. പിന്നീട് അവർക്ക് വീട്ടിലേക്ക് തിരിക്കുന്നുണ്ട്. നിയമോള് ഫോണിൽ നോക്കിയിരുന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വാസന്തയാണെങ്കിൽ പിറുപിറുത്തുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതെ അവൻ അങ്ങോട്ടേക്ക് പോവണമെങ്കിൽ ആ കുടുംബം എത്രത്തോളം അവനെ മയക്കിയിട്ടുണ്ടാവും. ഇവനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ മയക്കലിന്റെ ശക്തി അത്ര അധികം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോഴാണ് നിയമോള് ഭക്ഷണം കഴിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. എന്ത് ഭക്ഷണം കഴിക്കലാ നീ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? നിലത്തേക്ക് നോക്ക്, നീ കഴിച്ചതിന്റെ ബാക്കി മൊത്തം നിലത്താണുള്ളത്. എന്നെ ഒന്ന് വിളിച്ചാ പോരായിരുന്നോ? ഞാൻ നിനക്ക് വാരിത്തരില്ലേ? ഞാൻ വാരിത്തരട്ടെ? ശരി മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് പ്ലേറ്റ് മുത്തശ്ശിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ആ സമയത്തൊക്കെ വാസന്തി ഇങ്ങനെ പിറുപിറുത്തോണ്ടേ ഇരിക്കുകയാണ്. പറയുന്നതൊന്നും കേൾക്കാതെ തന്നിഷ്ടപ്രകാരം ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ഇങ്ങോട്ടേക്ക് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാം. വായ നിറച്ചും ചോറ് കുത്തി കുത്തി കയറ്റിക്കൊണ്ടിരുന്നപ്പോ നിയമോള് പറയുന്നുണ്ട്, മുത്തശ്ശി കുറച്ച് വെച്ചിട്ട് താ, എന്റെ വായ ചെറുതല്ലേ, എന്തിനാ ഇത്രയധികം എനിക്ക് ഒന്നിച്ചു തരുന്നത്? ആ ശരി, ആദ്യം ഈ ഫോൺ എടുത്ത് മാറ്റിയിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്ക്. നിന്റെ വായ നോക്ക്, നിന്റെ അപ്പയെ പോലെ തന്നെയുണ്ട്. വേഗം കഴിക്ക്. മതി മുത്തശ്ശി, ഇത്രേ കഴിക്കുള്ളൂന്നോ? 2 വായ്ക്ക് കൂടി കഴിക്ക്. മതി മുത്തശ്ശി. മുത്തശ്ശി എത്ര വലിയ വായ എനിക്ക് തരുന്നതെന്ന് അറിയാമോ? നോക്ക്, എന്റെ വയറ് തന്നെ നിറഞ്ഞു പോയി. വയറ് നിറഞ്ഞെന്നോ? ശരി ശരി, എന്നാ വെള്ളം കുടിക്ക് എന്ന് പറഞ്ഞിട്ട് നിയമോൾക്ക് വെള്ളം എടുത്ത് കൊടുക്കുകയാണ്. ആ സമയത്താണ് രാധിക അങ്ങോട്ടേക്ക് വരുന്നത്. മുത്തശ്ശിയെ കൊച്ചുമോളെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ച് വെള്ളവും കുടിച്ചതിന് ശേഷം നിയമോൾ ഫോൺ എടുക്കുകയാണ് കളിക്കാൻ വേണ്ടിയിട്ട്. നിയമോൾ ഇപ്പൊ പോകും വിചാരിച്ചിട്ടായിരുന്നു രാധിക കാത്തു നിന്നത്. അവൾ പോകുന്നില്ലെന്ന് കണ്ടപ്പോഴേക്കും രാധികയുടെ ദേഷ്യം ഇളകുകയാണ്. അവൾ പറയുന്നുണ്ട്, ഏയ് ഭക്ഷണം കഴിച്ച് വെള്ളവും കുടിച്ചു കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാ പിന്നെ ഫോൺ എടുത്തിട്ട് ഇവിടെ തന്നെ ഇരിക്കുന്നത്? പോയി ബുക്ക് എടുത്ത് പഠിക്കാൻ നോക്ക്. അപ്പൊ നിയമോളും തിരിച്ച് ദേഷ്യത്തോടെ തന്നെയാണ് പറയുന്നത്, ഞാൻ ഇവിടെ നിന്ന് നിനക്കെന്താ? അവക്ക് വന്ന ദേഷ്യത്തിന് നിയമോള് കൂടി അങ്ങനെ പറഞ്ഞപ്പോ നല്ലവണ്ണം ദേഷ്യാവാണ്. എനിക്ക് പോവാനൊന്നും പറ്റില്ല, നിന്നോട് പോവാനല്ലേ പറഞ്ഞത്, നിനക്ക് വേണ്ടെങ്കിൽ നീ ഇവിടുന്ന് പൊയ്ക്കോ, ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുകയാണ് നിയമോളും. ആ സമയത്ത് രാധിക ദേഷ്യത്തോടെ അവളുടെ 2 കവിളിലും പിച്ചുവാണ്. വേദന കൊണ്ട് പൊളയുന്നുണ്ടായിരുന്നു നിയമോള്. രാധികയ്ക്ക് എന്താ പറ്റിയെന്ന് അറിയാതെ അന്താളിച്ച് നിൽക്കുകയാണ് വാസുദി. അടികൊണ്ട് കവിള് പിടിച്ചുകൊണ്ട് നിയമോള് പറയുന്നുണ്ട്, നിക്ക്, എൻ്റെ അപ്പ വരട്ടെ, ഞാൻ എന്തായാലും നിന്നെ പറഞ്ഞു കൊടുക്കും. നീ പറഞ്ഞു കൊടുക്ക്, എന്ത് ചെയ്യാനാ നിന്റെ അപ്പ എന്നൊക്കെ രാധിക പിറുപിറുക്കാണ്. എന്നെ അടിക്കാൻ പാടില്ല എന്ന് എൻ്റെ അപ്പ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ, നോക്കിക്കോ, ഞാൻ എന്തായാലും പറഞ്ഞു കൊടുക്കും. അതും പറഞ്ഞിട്ട് നിയമോള് കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോവുകയാണ്.
നിയമോളെ അവിടെ നിക്ക് എന്നൊക്കെ വാസന്തി പറയുന്നുണ്ടെങ്കിലും അതൊന്നും നിയമോൾ ശ്രദ്ധിക്കുന്നതേയില്ല. അതുകൊണ്ട് തന്നെ വാസന്തി ദേഷ്യത്തോടാണ് രാധികയോട് സംസാരിക്കുന്നത്. എവിടെയുള്ള ദേഷ്യം നീ ആ ചെറിയ കുഞ്ഞിന്റെ മേൽ തീർത്തത്? എത്ര മാത്രം വേദനിക്കുന്ന രീതിയിലാണ് നീ ആ കുഞ്ഞിനെ നുള്ളിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ദേഷ്യത്തോടെ രാധികയും പറയുന്നുണ്ട്, അത് ചെറിയ കുട്ടി സംസാരിക്കുന്നത് പോലെയാണോ സംസാരിക്കുന്നത്? ചി പോടി. ചെറിയ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ട് അവള് തത്വം പറയാണ്. നിയമോളെ എന്ന് വിളിച്ചിട്ട് എഴുന്നേറ്റപ്പോഴേക്കും രാധിക ദേഷ്യത്തോടെ വന്നിട്ട് അവിടെ തന്നെ പിടിച്ചിരുത്തുകയാണ്. പോവല്ലേ മാമി. അയ്യോ, ആ കുഞ്ഞ് കരഞ്ഞിട്ട് പോയത് നീ കണ്ടതല്ലേ, അതിന് വേദനിക്കുന്നുണ്ടാവും. അതിന് ഒന്നും സംഭവിച്ചു കാണില്ല, അത് വെറുതെ അഭിനയിക്കുകയാണ് വേദനിക്കുന്നതായിട്ട്. ഇപ്പൊ നിനക്കെന്താണ് പറ്റിയത്? എന്തിനാ നീ ഇങ്ങനെ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിന്റെ പ്രശ്നം എന്താണ്? എന്താണെങ്കിലും അത് നേരിട്ട് എന്നോട് പറ. അത് നേരിട്ട് മാമിയോട് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. ആവശ്യമില്ലാതെ മനസ്സിൽ വെച്ചിട്ട് എനിക്കും മാമിയെ പോലെ BP ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ശരി പറ രാധി. രാവിലെ ആ ശ്യാം കയ്യിൽ ബാഗും എടുത്തുകൊണ്ട് എന്താ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നതെന്ന് സംശയിച്ചിട്ട് ഞാൻ അവന്റെ പിന്നാലെ ക്ഷേത്രത്തിലേക്ക് പോയ സമയത്താണ്, അവിടെ ചെന്ന സമയത്താണ് നിങ്ങളുടെ മകനും മരുമകളും ചേർന്നിട്ട് പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് വീണ്ടും താലി കെട്ടാൻ ഒരുങ്ങി നിൽക്കുന്നത് കണ്ടത്. അത് കണ്ട സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങളെ വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് വാ, ഓൾറെഡി കല്യാണം കഴിഞ്ഞ രണ്ടുപേര് വീണ്ടും കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നത് അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയത്. പക്ഷെ നിങ്ങൾ വന്നിട്ട് എന്താ ചെയ്തത്? നാട്ടുകാർക്ക് മുമ്പിൽ വെച്ചിട്ട് അവള് കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മോന് താലി എടുത്തോടുത്ത് അവനെ കൊണ്ട് വീണ്ടും അവളെ തന്നെ കല്യാണം കഴിപ്പിച്ചു. രാധിക നല്ല ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. അവൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വാസന്തി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. മാമി എന്ത് ചെയ്യാനാ വന്നത്? എന്താ അവിടെ ചെയ്തത്? എന്തിനാ നിങ്ങളുടെ മോനെ കൊണ്ട് വീണ്ടും അവളെ തന്നെ താലി കെട്ടിപ്പിച്ചത് മാമി? ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ നിങ്ങളെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. ക്ഷമയോടെ അവൾ പറയുന്നത് മുഴുവൻ കേട്ടതിന് ശേഷം വാസന്തി കുറച്ചൊരു ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. നിനക്ക് നിന്റെ ബുദ്ധി നഷ്ടപ്പെട്ടോ? എല്ലാം കണ്ടതിനും അറിഞ്ഞതിനും ശേഷം നീ എന്തിനാ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നീയും നേരിട്ട് കണ്ടതല്ലേ. അവിടെ ആരായിരുന്നാലും അത് തന്നെയാണ് ചെയ്യുള്ളൂ. നാട്ടുകാർ മുഴുവൻ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാറ്റിനും ഉപരി നീ മുമ്പ് റോഡിൽ വെച്ച് നടത്തിയ ഷോ കാരണം നാട്ടുകാർക്ക് മുമ്പിൽ കുടുംബത്തിന്റെ പേരും അഭിമാനവും നഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ വീണ്ടും നാട്ടുകാർക്ക് മുൻപിൽ കുടുംബത്തിന്റെ മാനം കളഞ്ഞിട്ട് ചീത്തപ്പേരുണ്ടാക്കാന്നാണോ നീ ആഗ്രഹിച്ചത്? ശരി, എന്താ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച സമയത്താണ് പെട്ടെന്ന് ഇന്ദു ഞാൻ പോലും പ്രതീക്ഷിക്കാതെ എന്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചത്. അപ്പൊ പിന്നെ എന്നോട് എന്ത് ചെയ്യാനാ നീ പറഞ്ഞു വരുന്നത്? എന്റെ കാൽക്കൽ വീണവളെ അതേ കാല് വെച്ചിട്ട് ചവിട്ടി തൊഴിക്കാനാണോ നീ ഉദ്ദേശിക്കുന്നത്? അതെ, ആ കാല് വെച്ച് തൊഴിക്കാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നീ എന്തൊക്കെയാണ് രാധി ഈ പറയുന്നത്? അതേ മാമി തൊഴിച്ചിട്ടോ അടിച്ചിട്ടോ എന്തെങ്കിലും ചെയ്തിട്ട് അവൾ താലി കെട്ടുന്നത് ഒന്ന് നിർത്തിക്കൂടായിരുന്നോ? രാധികയ്ക്ക് ശരിക്കും ഭ്രാന്തായതുപോലെയാണ് അവൾ സംസാരിക്കുന്നത്. വാസന്തി പോലും അമ്പരന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്തോ ദൈവത്തിന്റെ പുണ്യം കൊണ്ടാണ് ഞാനും അദ്ദേഹവും ചേരാൻ വേണ്ടിയിട്ട് അവളുടെ കഴുത്തിലെ താലി അറുത്ത് വീണത്. അതൊരു കാരണമായി പറഞ്ഞ് ആൾക്കാർക്ക് മുമ്പിൽ വെച്ചിട്ട് അവളെ നീലേട്ടന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് എന്നെയും നീലേട്ടനെയും ഒരുമിപ്പിക്കുമെന്ന് കരുതിയിട്ടാണ് ഞാൻ മാമിയെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. പക്ഷെ അവിടെ വന്ന മാമി എന്താ ചെയ്തത്? മകന്റെ കല്യാണത്തിന്റെ താലി നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയിട്ട് മാമിയുടെ കൈകൊണ്ട് തന്നെ താലി എടുത്തു കൊടുത്ത് ജീവിതകാലം മുഴുവൻ ഈ താലി ഇവളുടെ കഴുത്തിലുണ്ടാവണം, സുമംഗലി ഭവ എന്നും പറഞ്ഞിട്ട് അവളുടെ കഴുത്തിൽ ആ താലി അണിയാനുള്ള ഭാഗ്യം കൊടുത്തു. എനിക്കത് എത്ര വലിയ അപമാനാണെന്ന് മാമിക്ക് അറിയാമോ? ഇതിന് നിനക്കെന്താടി അപമാനം? അതെ, അപമാനം തന്നെയാണ്. ഞാനും നീലേട്ടനും ഒന്നിച്ച് ജീവിക്കണം എന്നുള്ളൊരു ചിന്ത പോലും മാമിക്കില്ല അല്ലേ? അങ്ങനെ ആയിരുന്നെങ്കിൽ മാമി ഇങ്ങനെ ചെയ്യുമായിരുന്നോ? അപ്പോ മാമിയുടെ മനസ്സിലും ഇത് തന്നെയായിരുന്നു ഉദ്ദേശം അല്ലേ? ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാനും നീലേട്ടനും ഒന്നിച്ച് ജീവിക്കുന്ന ആ ഒരു ദിവസത്തെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാ മാമിയാണെങ്കിൽ ദിവസവും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം മാമി ചെയ്തിട്ടുള്ളത്? എടി രാധി, ബുദ്ധിയില്ലാത്തതുപോലെ സംസാരിക്കല്ലേ. അവിടെ എന്താ സംഭവിച്ചതെന്ന് നീയും നിന്റെ രണ്ട് കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതല്ലേ. വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ല, മാമിക്ക് എന്നെ നീലേട്ടന്റെ കൂടെ ഒന്നിച്ച് ജീവിപ്പിക്കണമെന്ന് യാതൊരു വിചാരവും ഇല്ല. ചുമ്മാ നാട്ടുകാർ കാണുകയാണ്, നാട്ടുകാർക്ക് മുൻപിൽ വെച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കാൽക്കൽ വീണെന്നും പറഞ്ഞിട്ട് ഓരോ കഥയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാധിക ശരിക്കും സംസാരിക്കുന്ന രീതി കണ്ടപ്പോൾ വാസന്തിക്ക് പോലും പേടി തോന്നുവാണ്. എന്തിന്? ആ നിമിഷം മാമിയുടെ നെഞ്ചു പിടിച്ചിട്ട് നെഞ്ചു വേദനിക്കുന്നത് പോലെ വീണിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കല്യാണം അവിടെ വെച്ച് നിൽക്കില്ലായിരുന്നോ? എടി ദുഷ്ടേ, എന്തൊക്കെയാണ് നീ പറയുന്നത്? അതെ, ഞാൻ പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? വന്ന് മാമി ഒരുപാട് മാറിപ്പോയി മാമി. പക്ഷെ ഞാനൊരു കാര്യം പറയാം, എന്റെ കണ്ണീരിന് മാമി ഉത്തരം തന്നേ പറ്റൂ.
അവള് ദേഷ്യത്തോടെ ചാടിത്തുള്ളി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അപ്പോൾ വാസന്തി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ ഇവളുടെ ബുദ്ധിയൊക്കെ നഷ്ടപ്പെട്ടു പോയോ? ഞാൻ ഇവളെ ചേർത്ത് വെക്കാന്ന് തന്നെയല്ലേ പറഞ്ഞത്, പിന്നെ ഇവളെന്തിനാ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാന് ഇത് ഇന്ദുവിനെയും നീലനെയും വീണ്ടും താലി കെട്ടിക്കാനോ മറ്റാണ് അങ്ങോട്ടേക്ക് പോയതെന്ന് ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ ഇവളെന്തെങ്കിലും വിഷമോ മറ്റോ തന്നിട്ട് എന്നെ കൊല്ലുമായിരുന്നു. അയ്യോ, ഇവളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്കിപ്പോ പേടിയാണല്ലോ ദൈവമേ തോന്നുന്നത്. വാസന്തി മനസ്സിൽ ടെൻഷനോടുകൂടി പറയാണ്. ആ സമയത്താണ് ഇന്ദുവിന്റെ ഓട്ടോ വീട്ടിന് മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം രുക്മിണി പറയുന്നുണ്ട്, ഞാൻ പണം കൊടുത്തോളാന്ന്. ആ സമയത്ത് ഇന്ദു പുഞ്ചിരിച്ചോണ്ട് ചോദിക്കുകയാണ്, എന്താ അമ്മ മുഖത്ത് നല്ല പുഞ്ചിരിയാണല്ലോ, എന്താ എന്താ സംഭവം? ആ സമയത്ത് രുക്മിണി നല്ല സന്തോഷത്തിലാണുള്ളത്. രാജേശ്വരി പറയാണ്, ആ അത് തന്നെയാണ് ഞാനും ശ്രദ്ധിക്കുന്നത്, നല്ല സന്തോഷത്തിലാണ് ചേച്ചി ഉള്ളത്. എന്ത് ചോദ്യമാ നിങ്ങൾ രണ്ടുപേരും ചോദിക്കുന്നത്? എനിക്ക് പിന്നെ സന്തോഷം ഇല്ലാതിരിക്കുവോ? അത് കേട്ടപ്പോ അവർക്കൊക്കെ കാര്യം മനസ്സിലായി. ഇത്രയും കാലം ഞാൻ കണ്ട സൗപർണിക തന്നെയാണോ ഇതെന്ന് അന്താളിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇന്നെന്റെ സൗപർണികയുടെ ക്ഷേത്രത്തിൽ അവിടെ വെച്ചുള്ള പെരുമാറ്റം. കല്യാണം എന്ന് പറയുന്ന ജീവിതത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് കയറിയപ്പോ ഇനി മുതൽ നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രമേ ഉള്ളൂ എന്ന ആ ഒരു തോന്നൽ മനുഷ്യന്മാരെ എത്രത്തോളം മാറ്റിയിട്ടുണ്ടെന്ന് മോള് കണ്ടതല്ലേ? സൗപർണികയുടെ ആ ഒരു മാറ്റാണ് അവരുദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അത് കേട്ടപ്പോൾ നീലനും ഇന്ദുവും പുഞ്ചിരിച്ചുകൊണ്ട് അമ്മയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.